അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു വെച്ചത് ചോദിക്കുന്ന വ്യക്തികൾ പാലിക്കേണ്ട സുപ്രധാനമായ മര്യാദകളാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്തിനും ഏതിനും അതിൻ്റേതായ മര്യാദയോടെയും ചിട്ടയോടുകൂടിയുമാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്നത് ഇസ്ലാമിൻ്റെ അജയ്യതയും ഇസ്ലാമിൻ്റെ പൂർണ്ണതയും ഏതൊക്കെ മേഖലയിൽ ഇസ്ലാം ഇടപെടുന്നുണ്ട് എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്ന വിഷയമാണ്. അതിൽ നിന്നെല്ലാം തന്നെ ഇസ്ലാം വളരെ സമഗ്രമാണ് എന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മതമാണ് ഇസ്ലാം എന്നും വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമതായി ചോദിക്കുന്ന വ്യക്തി പരിഗണിക്കേണ്ടത്, പാലിക്കേണ്ട മര്യാദയിൽപ്പെട്ടത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളാണ് ചോദിക്കേണ്ടത് എന്നാണ്. അവൻ്റെ വിശ്വാസകാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്നിങ്ങനെ വളരെ നിർബന്ധിതമായി അവൻ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ ചോദിക്കാനായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. അഞ്ചാമത്തേത്, ചില ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം അറിയാമെങ്കിലും ആ സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് ആ ഉത്തരം അറിയില്ല എങ്കിൽ, ആ അറിവ് സദസ്സിലിരിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് അറിയില്ല എങ്കിൽ അവർക്ക് വേണ്ടി സദസ്സിലുള്ള ആളുകൾ ആ അറിവ് മനസ്സിലാക്കണം, അവർക്കും ആ അറിവ് ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നമുക്ക് അറിയുന്ന ഉത്തരമാണെങ്കിലും ചോദിക്കാമെന്നുള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കുന്നു. മൽ ഈമാൻ, എന്താണ് ഈമാൻ എന്ന് ചോദിക്കുന്നു. മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന് ചോദിക്കുന്നു. ഇതിനെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുകയാണ്. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം അറിയാഞ്ഞിട്ടല്ല, മറിച്ച് സ്വഹാബാക്കൾ അത് മനസ്സിലാക്കണം. എന്താണ് ഇസ്ലാം എന്നും എന്താണ് ഈമാൻ എന്നും എന്താണ് ഇഹ്സാൻ എന്നും സ്വഹാബാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ ചോദ്യം ഉന്നയിച്ചത്. ആധുനിക പഠനത്തിൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ് ചോദ്യം ചോദിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നത്. അത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ആറാമത്തേത്, ചോദിക്കുന്ന സമയത്ത് ആളുകൾ ചിരിപ്പിക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ, അതോടൊപ്പം തന്നെ ചോദ്യകർത്താവിൻ്റെ വിലയെ, അഭിമാനത്തെ ഇടിച്ചു താഴ്ത്തുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ഇബ്നു ശുബ്റുമ എന്ന പണ്ഡിതനോട് ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി, ഇന്നി ഉരീദു അൻ അസ്അലക മസ്അലതൻ, നിന്നോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്, താങ്കളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആ സമയത്ത് ഇബ്നു ശുബ്റുമ തിരിച്ചു പറയുന്നത്, ഇൻ കാനത് മസ്അലതുക ലാ തുൽഹിഖുൽ ജലീസ്, നിന്റെ ചോദ്യം കൂടെയുള്ള ആളുകളെ ചിരിപ്പിക്കുകയില്ല എങ്കിൽ, വലാ തുസ്രിൽ ബിൽ മസ്ഊൽ, അതോടൊപ്പം തന്നെ ചോദ്യകർത്ത ആരാണോ ചോദിക്കപ്പെടുന്നത് അവൻ്റെ വിലയെ ഇടിച്ചു താഴ്ത്തുകയില്ല, അവൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടുകയില്ല എങ്കിൽ ഫസൽ, നീ ചോദിച്ചു കൊള്ളുക എന്നാണ്. അതുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് ആളുകൾ ചിരിപ്പിക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ, അതോടൊപ്പം തന്നെ ആളുകളുടെ വില കുറച്ച് കാണിക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ, അത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന വളരെ അടിസ്ഥാനമായ ഒരു ഹദീസാണ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരാളുടെ ഏറ്റവും നല്ല ഇസ്ലാമിൽപ്പെട്ടതാണ് അവനെ ബാധിക്കാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അവൻ തലവെച്ച് കൊടുക്കാതിരിക്കുക എന്നത്. അവൻ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന മാനസിക പ്രശ്നങ്ങളും അതല്ലാത്ത സാമൂഹികമായ പ്രശ്നങ്ങളും അതിൽ പലതും നമ്മൾ ഇടപെടേണ്ടതില്ലാത്ത ഇടങ്ങളിൽ നമ്മൾ ഇടപെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് എവിടെയാണോ നമ്മൾ ഇടപെടേണ്ടത് അവിടെ ഇടപെടുകയും, എന്നാൽ ഇടപെടേണ്ടാത്തതില്ലാത്ത മേഖലയിൽ നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏഴാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാ യസ്അലൽ ആലിമ വഹുവ മുശ്തഗിലുൻ ബിഗൈരിഹി ലിഅന്ന ഹഖ്ഖൽ അവ്വലി മുഖദ്ദം. ഒരു പണ്ഡിതനോട് ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ
അതിൻ്റെ ഇടയിൽ പോയി ചോദിക്കുക എന്നത് മര്യാദക്കെതിരാണ് എന്നുള്ളതാണ്. കാരണം ആദ്യം ആരാണോ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നത് ആ വ്യക്തിയാണ് ഏറ്റവും അർഹനായ വ്യക്തി. ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ ഏറ്റവും അർഹനായ വ്യക്തി ആദ്യത്തെ ആളാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വ്യക്തി കാത്തു നിൽക്കണം എന്നതാണ് മര്യാദയിൽപ്പെട്ട വിഷയം. എട്ടാമത്തേത് ശ്രദ്ധിക്കേണ്ട വിഷയം, ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുന്നത്, യൻബഗി ലിത്താബിഇ ഇദാ റഅ മിനൽ മത്ബൂഇ ശൈഅൻ യുഖാലിഫുൽ മഅറൂഫ വമിൻ തരീഖതിഹി വൽ മുഅ്താദു മിൻ ഹാലിഹി അൻ യസ്അലഹു ബിലുത്ഫിൻ അൻഹു. ചിലപ്പോൾ ചില പണ്ഡിതന്മാർ ഒരു കാര്യം സ്ഥിരപ്പെടുത്തുകയും എന്നാൽ അതേ പണ്ഡിതൻ മറ്റൊരു അവസരത്തിൽ അതിന് നേർ വിപരീതം പറയുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി വളരെ മാന്യതയോടുകൂടി നമ്മളത് ചോദിച്ചറിയണം എന്നുള്ളതാണ്. കാരണം മനുഷ്യനാണ്. ഒരു അവസരത്തിൽ പറഞ്ഞത് മറ്റൊരു അവസരത്തിൽ ചിലപ്പോൾ നാക്ക് പിഴ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങളാൽ മാറ്റി പറയുന്ന അവസ്ഥയുണ്ടാകാം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിയോട് എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞു, നിങ്ങളിങ്ങനെ പറയാറില്ലല്ലോ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് എന്തോ ഒരു അപരിചിതമായി തോന്നുന്നുണ്ട് എന്ന നിലക്ക് നമുക്ക് ചോദിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഒൻപതാമത്തേത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പല ആളുകളും ഇത്തരം വിഷയത്തിൽ അശ്രദ്ധ കാണിക്കാറുണ്ട്. ഇദാ സുഇലൽ ആലിമു ഫസകത ഫലാ യുലഹ അലൈഹി. ഒരു പണ്ഡിതനോട് ഒരു ചോദ്യം ചോദിക്കുകയും എന്നാൽ ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയാതെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ പിന്നെ ആവർത്തിച്ച് അത് ചോദിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഉത്തരം പറഞ്ഞു തന്നിട്ടില്ല എന്നത് അറിയിക്കുന്നത് ദലീലുൻ അലാ കറാഹിയത്തി സുആൽ, ആ ചോദ്യത്തെ വെറുക്കുന്നു എന്നതുകൊണ്ടാണ്. ചില ഉലമാക്കൾ ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയുകയില്ല. കാരണം ആ ചോദ്യം പ്രോത്സാഹിപ്പിക്കപ്പെട്ട നിലക്കോ ഉപകാരപ്രദമായ ചോദ്യമോ അല്ലാത്തത് കൊണ്ടാണ് അവർ പലപ്പോഴായി അത് അവഗണിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ആരാണോ ചോദിക്കപ്പെടുന്നത് ആ വ്യക്തിയാണ് ഉത്തരം പറയാൻ ഏറ്റവും അർഹനായ വ്യക്തി. എന്നാൽ നമ്മുടെ നാട്ടിൽ 4 ആളുകൾ കൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാളോടാണ് നമ്മൾ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് എങ്കിൽ ബാക്കിയുള്ള ആളുകൾ ചാടിക്കയറി ഉത്തരം പറയുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതൊരിക്കലും മര്യാദയോട് യോജിച്ചതല്ല എന്നുള്ളതാണ്. ആരോടാണോ ചോദിക്കപ്പെടുന്നത് അദ്ദേഹമാണ് ഉത്തരം പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഉത്തരത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് കൂട്ടിച്ചേർക്കാമെന്നല്ലാതെ ബാക്കിയുള്ള ആളുകളോട് ചോദിക്കപ്പെട്ടിട്ടില്ല, ചോദിക്കപ്പെടാത്ത കാര്യങ്ങൾ അവർ ഉത്തരം പറയേണ്ടതില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചോദ്യം അവരിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ദീനിൻ്റെ വിഷയത്തിൽ അവർ സഹാബാക്കളിൽപ്പെട്ട പ്രമുഖരായ സഹാബാക്കൾ അറിയില്ല എന്ന് പറയുകയും അതല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, എന്നെക്കാളും അർഹൻ ഇവനാണ് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് സഹാബാക്കൾ എന്ത് ചെയ്യും, അടുത്ത ആളിലേക്ക് ചോദ്യം തിരിച്ചു വിടുന്നതാണ്. അതായത് അവർക്ക് അറിയുന്ന ഉത്തരമാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ വിഷയത്തിലാണ് സംസാരിക്കുന്നത്, ദീനിൻ്റെ വിഷയത്തിലാണ് സംസാരിക്കുന്നത്, വളരെ ഗൗരവത്തിൽ സംസാരിക്കേണ്ടതാണ്, വഹിയാണ്, അള്ളാഹു ഇറക്കിക്കൊടുത്ത ദീനാണ്, ആ വിഷയത്തിൽ സംസാരിക്കണമെങ്കിൽ നല്ല അറിവ് വേണം, തഖ്വ വേണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സഹാബാക്കൾ മറ്റാളുകളിലേക്ക് ചോദ്യം തിരിച്ചുവിടും. അങ്ങനെ ചോദ്യം തിരിച്ചുവിട്ട് ആരോടാണോ ചോദ്യം ചോദിച്ചത് അവരിലേക്ക് തന്നെ ആ ചോദ്യം എത്തും എന്നുള്ളതാണ്. എന്നാൽ നമ്മളിൽ പല ആളുകളും നമുക്കറിയുന്ന ഉത്തരമാണെങ്കിൽ അതിങ്ങനെ ചാടിക്കയറി ഉത്തരം പറഞ്ഞ് നമ്മോട് ചോദിക്കപ്പെടാത്ത ചോദ്യമാണെങ്കിൽ പോലും നമ്മൾ കയറി ഉത്തരം പറയുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അതൊരിക്കലും മര്യാദയോട് യോജിച്ചതല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ പുസ്തകം രചിക്കപ്പെടാനുള്ള കാരണം, ചോദ്യകർത്താവ് ചോദിക്കുന്നത് ഞാൻ വലിയൊരു പരീക്ഷണത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദാഉ വദ്ദവാ എന്ന പുസ്തകം ആരംഭിക്കുന്നത്. ചോദ്യകർത്താവ് പറയുന്നത് വലിയ പരീക്ഷണത്തിൽ ഞാൻ അകപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എൻ്റെ ദുനിയാവും ആഖിറവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പരീക്ഷണത്തിലാണ് ഞാൻ അകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണോ മാർഗം അത് എനിക്ക് പറഞ്ഞു തരണം. അള്ളാഹു താങ്കളെ സഹായിക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. നമ്മളൊരു സഹോദരനെ സഹായിക്കുന്ന സന്ദർഭത്തിലെല്ലാം അള്ളാഹു നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഹദീസ് പറഞ്ഞുകൊണ്ട്, ഹദീസ് വെച്ചുകൊണ്ടാണ് ഈ ചോദ്യകർത്താവ് ചോദിക്കുന്നത്. എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകും, അതുകൊണ്ട് നല്ല ഒരു ഉത്തരം എനിക്ക് ഈ വിഷയത്തിൽ പറഞ്ഞു തരണം എന്നാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത്.
അവിടെ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ദുഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅമ്മസ്സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്ന ആളുകളെ നമ്മൾ അവഗണിക്കരുത് എന്നുള്ളതാണ്. അവിടെ ചോദിച്ചു വരുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് പണം ചോദിച്ചു വരുന്ന ആളുകൾ എന്ന നിലക്കാണ്. എന്നാൽ ആ ആയത്ത് പൊതുവായ നിലക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പൊതുവായ അർത്ഥം ഏത് നിലക്ക് ചോദിച്ചു വരുന്ന ആളായാലും, അറിവ് അന്വേഷിച്ചു വരുന്ന വ്യക്തിയായാലും അവർ അവഗണിക്കാൻ പാടില്ല, അവർക്ക് ആ കാര്യം പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പറയുന്ന പുസ്തകം മുഴുവൻ. അദ്ദേഹം എന്താണോ ചോദിച്ചത് ആ ചോദിച്ചതിനുള്ള ഉത്തരമാണ് പുസ്തകത്തിൽ മുഴുവനായി പറയുന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഉത്തരത്തിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.